നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഖാൻ യൂണൂസ് ഉൾപ്പെടെ ഗസയിലെങ്ങും കൂട്ടക്കുരുതി തുടരുകയാണെന്നാണ് റിപ്പോർട്ട്. ഖാൻ യൂണൂസിലെ അബസാനിയിൽ ഫലസ്തീൻ അഭയാർത്ഥികൾ താൽക്കാലികമായി താമസിച്ചു വരുന്ന സ്കൂൾ കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരണം 29ആയി. അഭയാർത്ഥി ക്യാമ്പുകളും സ്കൂളുകളും ഇപ്പോൾ ഹമാസിന്റെ താവളമാക്കി മാറ്റുകയാണെന്നും ഇവിടെ ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ ഉണ്ട് എന്ന വിവരത്തെ തുടർന്നാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. മധ്യ ഗസയിലെ ബുറേജി അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 9 പേരാണ് കൊല്ലപ്പെട്ടത്. ഗസ സിറ്റിയുടെ കൂടുതൽ ഉൾഭാഗങ്ങളിലേക്കും ഇസ്രായേൽ ടാങ്കുകൾ എത്തിയതോടുകൂടിയാണ് കുരുതി വ്യാപകമായി ദൃക്സാക്ഷികൾ പറയുന്നത്. ആയിരക്കണക്കിന് ഫലസ്തീനുകളാണ് സമീപ പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തത്. രക്ഷപ്പെടാൻ സുരക്ഷിതമായ ഒരു സ്ഥലമില്ലാതിരിക്കെ മരണം കാത്തുകഴിയുകയാണ് അഭയാർത്ഥികളിൽ വലിയൊരു പങ്കും. പട്ടിണിയെ ആസൂത്രിത ക്യാമ്പയിനാക്കി ഇസ്രായേൽ മാറ്റുന്നതായും ഐക്യരാഷ്ട്ര സംഘടന കുറ്റപ്പെടുത്തി. എന്നാൽ ആരോപണം ഇസ്രായേൽ പൂർണ്ണമായും തള്ളിയിട്ടുണ്ട്. വെടിനിർത്തൽ കരാറ് ചർച്ചയ്ക്കായി മൊസാദ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് രാത്രി ഖത്തറിലെത്തും. അതേസമയം ഹമാസുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ നിർബന്ധരാക്കുന്ന ഒരു കരാറും അംഗീകരിക്കില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. അമേരിക്കയും ഖത്തറും ഈജിപ്തുമാണ് സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥ വഹിക്കുന്നത്. CIA ഡയറക്ടർ വില്യംസ് ബേൺസ് സമാധാന ചർച്ചകൾക്കായി കഴിഞ്ഞ ദിവസം ഈജിപ്തിലെത്തി. ആക്രമണം അവസാനിപ്പിക്കില്ല എന്നും ഗസയിൽ നിന്ന് പിൻവാങ്ങില്ല എന്നും നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കെ ദോഹ ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുമെന്ന് തങ്ങൾ കരുതുന്നില്ല എന്നും ഹമാസ് പ്രതികരിച്ചു. ഗസയിൽ ആക്രമണവും ഉപരോധവും അവസാനിപ്പിക്കും വരെ പോരാട്ടം തുടരുമെന്ന് ഹൂതികൾ അറിയിച്ചു. ഇന്നലെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നും ഹൂതികൾ വ്യക്തമാക്കി. ലബനൻ അതിർത്തിയിലെ സംഘർഷത്തിനും അയവില്ല. 50ലേറെ മിസൈലുകൾ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അയച്ചതായും ഹിസ്ബുള്ള അറിയിച്ചു. ഇതേ തുടർന്ന് അതിർത്തി പ്രദേശങ്ങളിൽ വ്യാപക തീപിടുത്തവും ഉണ്ടായി. അധിനിവിഷ്ട ഗോലാൻ കുന്നിന് നേർക്ക് ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ആളപായം ഉണ്ടായതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനിടെ ഇസ്രായേൽ ജയിലുകളിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കെ ഫലസ്തീൻ തടവുകാരെ പാർപ്പിക്കാൻ പ്രത്യേക കൂടുകൾ പണിയുന്ന പദ്ധതിക്ക് നാളെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മന്ത്രിമാരുടെ അനുമതി തേടുമെന്ന് ഇസ്രായേൽ ചാനൽ 14 റിപ്പോർട്ട് ചെയ്യുന്നു.